ഗുഡ് മോർണിംഗ്. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിരുന്നാലേ പറഞ്ഞു തരത്തുള്ളൂ. സെൻറ്റൻസിൽ ഏറ്റവും ആദ്യമാണ് സാധാരണ സബ്ജക്റ്റ് വരിക. സബ്ജക്റ്റ് ഈസ് ദ ഡൂർ ഓഫ് ആക്ഷൻ. സെൻറ്റൻസിൽ പറയുന്ന വെർബ് ആരാണോ പെർഫോം ചെയ്യുന്നത് അയാളാണ് അല്ലെങ്കിൽ അതാണ് സബ്ജക്റ്റ്. ഇപ്പോൾ ഹി ഈറ്റ്സ് ബനാന, അയാൾ ബനാന കഴിക്കുന്നു. ആ ഈറ്റ് എന്നുള്ള വെർബ് ചെയ്യുന്നത് ഹീ ആണ് സബ്ജക്റ്റ്. ദെൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് ചെയ്യുന്ന ആ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫലം എവിടെയാണോ ചെല്ലുന്നത് അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ വെർബിന് ശേഷമായിരിക്കും സാധാരണ ഒബ്ജക്റ്റ് വരിക. ഹീ ഈറ്റ്സ് ബനാനയിൽ ഈറ്റ്സ് എന്താണ് ഈറ്റ്സ് ചെയ്യുന്നത്? എന്താ ഈറ്റ് ചെയ്യുന്നത്? ബനാന അവിടെ ഒബ്ജക്റ്റാണ്. പ്രോനൗണുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിക്കണം. ഐ സബ്ജക്റ്റാണ്, അതിൻ്റെ ഒബ്ജക്റ്റാണ് മീ. വി സബ്ജക്റ്റ് ആകുമ്പോൾ അസ് ആണ് ഒബ്ജക്റ്റ്. യു സബ്ജക്റ്റ് ആയാൽ അതിൻ്റെ ഒബ്ജക്റ്റ് യു തന്നെയാണ്. പറഞ്ഞുതരാം. യു ഈറ്റ് ബനാന, അവിടെ യു സബ്ജക്റ്റാണ്. ഐ ലൈക്ക് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ആരെ? യു, നിന്നെ. സോ യു എന്നുള്ളത് സബ്ജക്റ്റുമാകാം ഒബ്ജക്റ്റും ആകാം. ദേ എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റ് ഫോം ദം ആണ്. ഹീയുടേത് ഹിമ്മും, ഷീയുടേത് ഹെറും, ഇറ്റിൻ്റെത് ഇറ്റ് തന്നെയുമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് നോർമലി വെർബിന് മുമ്പായിരിക്കും, ഒബ്ജക്റ്റ് വെർബിന് ശേഷമായിരിക്കും. വെർബിനോടുകൂടി എന്ത്, വാട്ട്, ഹും, അല്ലേ, ആരല്ല ആരെ, ആർക്ക് എന്നീ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. ഉത്തരമില്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇല്ല. ഗുഡ് ഡേ, ഹാപ്പി ഡേ, സ്റ്റഡി വെൽ.